കാണുന്ന ഓരോ നിമിഷവും നിങ്ങൾക്കറിയാമോ, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നേരെ വിനാശകരമായ ഒരു മിസൈൽ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുകയായിരിക്കാം. പഴയ കാലത്തെ പോലെ സൈനികർ പോയി അതിർത്തിയിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇന്ന് യുദ്ധം നടക്കുന്നത് അന്തരീക്ഷത്തിന്റെ അതിരുകളിലാണ്, അതായത് ബഹിരാകാശത്താണ്. ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചു നോക്കുക, ഡൽഹിയുടെയോ മുംബൈയുടെയോ ആകാശത്തേക്ക് ശത്രു രാജ്യത്തിന്റെ 10ഓളം ആണവായുധ മിസൈലുകൾ ഇങ്ങനെ പാഞ്ഞു വരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ജീവനുകൾ ഇല്ലാതാകാൻ പോവുകയാണ്. പക്ഷെ പെട്ടെന്ന് ആകാശത്ത് ഒരു നീല വെളിച്ചം മിന്നി. പാഞ്ഞു വന്ന മിസൈലുകളെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തകർന്ന് ചാരമായി. നഗരവാസികൾ ഇതൊന്നും അറിയുന്ന പോലുമില്ല. ഇതാണ് ഭാരതം സ്വപ്നം കാണുന്ന, ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആകാശക്കോട്ട. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇസ്രയേലിന്റെ അയൺ ഡോമിനെ കുറിച്ചാണല്ലോ. എന്നാൽ ഭാരതം ഇപ്പോൾ പണിയുന്നത് അയൺ ഡോമിനും അപ്പുറത്തുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ഈ പ്രൊജക്ടിന്റെ പേരാണ് കുശ. ഇസ്രായേലിന്റെ സിസ്റ്റത്തിന് 70 കിലോമീറ്റർ വരെയുള്ള മിസൈലുകളെ തകർക്കാൻ കഴിയുമെങ്കിൽ ഭാരതത്തിന്റെ കുശ 350 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ശത്രുവിനെ ഭസ്മമാക്കും. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറും ഒരു മിസൈൽ പ്രതിരോധത്തെ കുറിച്ചല്ല, മറിച്ച് ഭാരതം എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയായി മാറുന്നു എന്നതിനെ കുറിച്ചാണ്. ഭാരതത്തിന്റെ കുശയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇസ്രായേലിലേക്ക് ഒന്ന് പോകാം. ഇസ്രയേൽ 4 ഭാഗത്തും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ്. അവർക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ എപ്പോഴും അവർക്കൊരു വഴി വേണം. അങ്ങനെയാണ് ബ്രിഗേഡിയർ ജനറൽ ഡാനിയൽ ഗോൾഡിന്റെ നേതൃത്വത്തിൽ അയൺ ഡോം പിറന്നത്. 2011 ഇത് വിന്യസിച്ചപ്പോൾ ലോകം അതിനെ പുച്ഛിച്ചു. കുറഞ്ഞ വിലയുള്ള റോക്കറ്റുകളെ തകർക്കാൻ ഇത്രയും വില കൂടിയ സംവിധാനം വേണോ എന്നായിരുന്നു എല്ലാവരും ഉന്നയിച്ച ചോദ്യം. പക്ഷെ ആയിരക്കണക്കിന് റോക്കറ്റുകളെ അയൺ ഡോം തകർന്നു തുടങ്ങിയപ്പോൾ ലോകം ഞെട്ടി. ഒരു ജനതയ്ക്ക് സമാധാനമായി ഉറങ്ങാൻ അയൺ ഡോം ഒരു കാവൽ മാലാഖിയായി മാറി. പക്ഷെ 2023 ഒക്ടോബർ 7 എന്ത് സംഭവിച്ചു? ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനത്തെ ഹമാസ് എന്ന തീവ്രവാദ സംഘടന മറികടന്നു. എങ്ങനെ? ഇവിടെയാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത്. ഹമാസ് ഉപയോഗിച്ചത് സാച്ചുറേഷൻ സ്ട്രൈക്ക് എന്ന തന്ത്രമാണ്. അതായത് ഒരു സംവിധാനത്തിന് ഒരേ സമയം 100 മിസൈലുകളെ നേരിടാൻ കഴിയുമെങ്കിൽ ഹമാസ് ഒരേ സമയം 5000 മിസൈലാണ് അയച്ചത്. സിസ്റ്റം ഹാങ് ആയിപ്പോയി, റീലോഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇവിടെ നിന്നാണ് ഭാരതം പാഠം ഉൾക്കൊണ്ടത്. നമ്മുടെ അയൽക്കാർ ഹമാസിനെ പോലെയുള്ള ചെറിയ ഗ്രൂപ്പുകളല്ല. ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമുള്ള രാജ്യമാണ് ചൈനയൊക്കെ. അവർ ഒരേ സമയം ആക്രമിച്ചാൽ അയൺ ഡോം പോലെയൊരു സിസ്റ്റം മതിയാകില്ല. അവിടെയാണ് ഭാരതത്തിന്റെ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് തന്ത്രങ്ങൾ തുടങ്ങുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ നമ്മുടെ DRDO വികസിപ്പിക്കുന്ന പ്രൊജക്ട് കുശ ഇസ്രയേലിന്റെ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിന്റെ ഇന്ത്യൻ പതിപ്പാണ്. ഏകദേശം 21,700 കോടി രൂപയുടെ ഈ പദ്ധതി ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. എന്തുകൊണ്ട് കുശ അയൺ ഡോമിനേക്കാൾ മികച്ചതായി? അതിന്റെ ദൂരപരിധി എടുത്തു നോക്കുകയാണെങ്കിൽ അയൺ ഡോം ഒരു ഷോർട്ട് റേഞ്ച് സിസ്റ്റം ആണ്, എന്നാൽ കുശ ഒരു ലോങ് റേഞ്ച് സിസ്റ്റം ആണ്. ഇതിന് ശത്രുവിന്റെ മിസൈലുകളെ 150 മുതൽ 250 കിലോമീറ്റർ അല്ലെങ്കിൽ 350 കിലോമീറ്റർ എന്നിങ്ങനെ 3 വ്യത്യസ്ത ദൂരങ്ങളിൽ വെച്ച് തകർക്കാൻ കഴിയും. 0.8 മുതൽ 0.9 വരെയാണ് ഇതിന്റെ സക്സസ് റേറ്റ്. അതായത് 10 മിസൈലുകൾ വന്നാൽ അതിൽ 9 ഇത് കൃത്യമായിട്ട് തകർക്കും. സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, വലിയ വലിയ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെല്ലാം കുശയുടെ റഡാറിൽ കുടുങ്ങും. ഇനി ഇതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയാം. ഇതൊരു 3 ലെയർ സിസ്റ്റമാണ്. ആദ്യത്തെ ലെയർ നമ്മൾ അതിർത്തിയിൽ നിന്ന് 350 കിലോമീറ്റർ അകലെ വെച്ച് വലിയ മിസൈലുകളെ തകർക്കും. രണ്ടാമത്തെ ലെയർ ഇതിനെ വെട്ടിച്ചു വരുന്നവയെ 250 കിലോമീറ്റർ പരിധിയിൽ വെച്ച് തകർക്കുന്നു. മൂന്നാമത്തെ ലെയർ അവസാനമായി എത്തുന്ന ചെറിയ ഭീഷണികളെ 150 കിലോമീറ്ററിൽ വെച്ച് ഇല്ലാതാക്കുന്നു. ഇതിന്റെ അർത്ഥം ശത്രുരാജ്യത്തിന് ഭാരതത്തിന്റെ ഒരു നഗരത്തെ തൊടണമെങ്കിൽ ഈ 3 കടമ്പകളും കടക്കണം. അത് അസാധ്യമാണ്. മിസൈലുകൾ ഉപയോഗിച്ച് മിസൈലുകളെ തകർക്കുന്നത് വലിയ ചെലവുള്ള കാര്യമാണ്. ഒരു താമര മിസൈലിന് $50,000 ചെലവാകുമ്പോൾ ഹമാസിന്റെ റോക്കറ്റിന് വെറും $600 മതി. ശത്രുവിന് നമ്മളെ സാമ്പത്തികമായി തകർക്കാൻ ഇത് എളുപ്പ വഴിയാണ്. ഇതിനായാണ് ഭാരതം ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് അല്ലെങ്കിൽ ലേസർ ആയുധങ്ങൾ വികസിപ്പിക്കുന്നത്. ഭാരതത്തിന്റെ ദുർഗ 2 എന്ന പ്രൊജക്ട് ഇത്തരത്തിലുള്ള ഒന്നാണ്. ഇതിൽ ചെലവ് ഒരു ലേസർ ഷോട്ടിന് വെറും 100 അല്ലെങ്കിൽ 200 രൂപ മാത്രമേ ചിലവാകൂ. പ്രകാശത്തിന്റെ വേഗതയിലാണ് ലേസർ സഞ്ചരിക്കുന്നത്. ശത്രുവിന് പ്രതികരിക്കാൻ പോലും സമയം കിട്ടില്ല എന്ന് സാരം. മിസൈലുകൾ തീർന്നു പോകുമെന്ന പേടിയും വേണ്ട. വൈദ്യുതി ഉള്ളിടത്തോളം കാലം ലേസർ പ്രവർത്തിക്കും. ഇസ്രയേലിന്റെ അയൺ ഭീം പോലെ ഭാരതവും ലേസർ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. ഡ്രോൺ കൂട്ടങ്ങളെ തകർക്കാൻ ലേസറുകളാണ് ഏറ്റവും അനുയോജ്യം. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഗോൾഡൻ ഡോം ലോകത്തിലെ തന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അമേരിക്കയുടെയും കാനഡയുടെയും മുകളിൽ ഒരു അദൃശ്യ കവചം തീർക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം.
ഇതിനായി ട്രംപ് ഗ്രീൻലാൻഡ് പോലും ചോദിച്ചു. എന്തുകൊണ്ട്? റഷ്യയിൽ നിന്നും വരുന്ന മിസൈലുകൾ ആർട്ടിക് മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ റഡാറുകൾ വെച്ചാൽ അപ്പോൾ മാത്രമേ അമേരിക്കയ്ക്ക് രക്ഷയുള്ളൂ. ഇവിടെയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് വരുന്നത്. സ്റ്റാർലിങ്കിന്റെ ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ലോകത്തെവിടെയും നടക്കുന്ന മിസൈൽ വിക്ഷേപണം നിമിഷങ്ങൾക്കുള്ളിലാണ് അറിയിക്കുക. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഗോൾഡൻ ഡോം മിസൈലുകളെ ബഹിരാകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളയും. ഭാരതവും സമാനമായ രീതിയിൽ ISROയുടെ സഹായത്തോടെ ഉപഗ്രഹ അധിഷ്ഠിത പ്രതിരോധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇപ്പോൾ വെറും ഒരു ഉപഭോക്താവല്ല. ഞാനിത് ഒരുപാട് തവണ പറഞ്ഞതാണ്. നമ്മൾ ലോകത്തിന് ആയുധങ്ങൾ നൽകുന്നവരാണ്. ഫിലിപ്പീൻസ് നമ്മൾ നൽകിയ ബ്രഹ്മോസ് മിസൈൽ ചൈനയെ പോലും പേടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആകാശ് മിസൈൽ സിസ്റ്റം വാങ്ങാനായി നിരവധി രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ പക്കലുള്ള ഷഹീൻ മിസൈലുകളോ ചൈനയുടെ ഡോങ്ഫിങ് മിസൈലുകളോ ഇനി ഭാരതത്തെ തകർക്കില്ല. കാരണം നമ്മുടെ റഡാറുകൾ ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. S-400 റഷ്യയിൽ നിന്ന് വാങ്ങിയെങ്കിലും കുശ എന്ന പദ്ധതിയിലൂടെ നമ്മൾ പൂർണ്ണമായും ആത്മനിർഭർ ആകുകയാണ്. ഭാവിയിലെ യുദ്ധങ്ങൾ ഭൂമിയിലല്ല, അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ആകാശത്ത് വെച്ചായിരിക്കും. അവിടെ തോൽക്കാൻ ഭാരതം തയ്യാറുമല്ല. അയൻഡോമിന്റെ പിതാവ് ഡാനിയൽ ഗോൾഡ് പറഞ്ഞതുപോലെ പ്രതിരോധമാണ് ഏറ്റവും വലിയ വിജയം. ഭാരതത്തിന്റെ ഈ മാന്ത്രിക മേൽക്കൂര പണി പൂർത്തിയാകുന്നതോടെ 140 കോടി ജനങ്ങൾക്കും ഭയമില്ലാതെ ഉറങ്ങാം. നമ്മുടെ ശാസ്ത്രജ്ഞർ പകലന്തിയില്ലാതെ അധ്വാനിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ശത്രുക്കളുടെ റോക്കറ്റുകൾ നമ്മുടെ ആകാശത്ത് കത്തി അമരുമ്പോ അത് ഭാരതത്തിന്റെ സാങ്കേതിക കരുത്തിന്റെ വിളംബരമായിരിക്കും. ഈ മാറ്റങ്ങൾ കേവലം സാങ്കേതിക വിദ്യയുടെ മാത്രം വളർച്ചയല്ല, മറിച്ച് ഇത് പുതിയൊരു ഭാരതത്തിന്റെ ഉദയമാണ്. ലോകം ഇന്ന് ഭാരതത്തെ നോക്കുന്നത് വെറുമൊരു വികസ്വര രാജ്യം എന്ന നിലയ്ക്കല്ല, മറിച്ച് ലോകത്തെ നയിക്കാൻ ശേഷിയുള്ള ഒരു വിശ്വഗുരു എന്ന നിലയ്ക്കാണ്. ഉർസുല വോൻ ഡെർ ലെയ്ൻ പറഞ്ഞതുപോലെ ഭാരതം ഇന്ന് ലോകത്തിന്റെ പ്രതീക്ഷയാണ്. ഈ മാറ്റത്തിന് പിന്നിൽ ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വവും ഉണ്ട്. ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ ശബ്ദം മുഴങ്ങുന്നുണ്ടെങ്കിൽ, വമ്പൻ ശക്തികൾ പോലും ഇന്ത്യയുടെ നിലപാടുകൾക്കായി കാതോർക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ പേരേയുള്ളൂ: നരേന്ദ്രമോദി. പഴയ കാലത്ത് ആയുധങ്ങൾക്കായി റഷ്യയുടെയോ അമേരിക്കയുടെയോ ഒക്കെ മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു ഭാരതം ഉണ്ടായിരുന്നു. അത് ചരിത്രമാണ്, പഴങ്കഥയാണ്. എന്നാൽ ഇന്ന് നരേന്ദ്രമോദിയുടെ കീഴിൽ ഭാരതം ആത്മനിർഭരതായി മാറിയിരിക്കുന്നു. പ്രതിരോധ മേഖലയിൽ 100% തദ്ദേശീയമായി കരുത്ത് നേടുക എന്ന മോദിയുടെ ലക്ഷ്യം അത് പ്രൊജക്ട് കുശയിലൂടെ യാഥാർത്ഥ്യമാവുകയാണ്. അമേരിക്കയുടെ ഗോൾഡൻ ഡോമിനെ കുറിച്ച് ലോകം ചർച്ച ചെയ്യുമ്പോൾ ഭാരതം അതിന്റെ സ്വന്തം ആകാശക്കോട്ട പണിയുന്നത് ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ടാണ്. ഇന്ന് ലോക നായകന്മാർക്കിടയിൽ പ്രധാനമന്ത്രി മോദിയെ കുറിച്ചുള്ള സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. റഷ്യ ഉക്രൈൻ യുദ്ധമായാലും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷമായാലും സമാധാനത്തിന്റെ മധ്യസ്ഥനായി ലോകം കാണുന്നത് മോദിയാണ്. ഇതൊരു യുദ്ധത്തിന്റെ കാലമല്ല എന്ന് പുടിന്റെ മുഖത്ത് നോക്കി പറയാൻ ആർജവം കാണിച്ച ഏക നേതാവ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഇന്ന് ഭാരതം ലോകത്തിന്റെ 3ാമത്തെ സാമ്പത്തിക ശക്തി അവൻ കുതിക്കുന്നു. നമ്മുടെ സൈനിക കരുത്ത് ലോകത്തെ ഞെട്ടിക്കുന്നു. ചൈനയെയും പാകിസ്ഥാനെയും ഒരുപോലെ വിറപ്പിക്കാൻ ശേഷിയുള്ള ആയുധ ശേഖരം ഇന്ന് നമ്മുടെ പക്കലുണ്ട്. ഭാരതം ഇന്ന് വെറും ഒരു പ്രാദേശിക ശക്തിയല്ല. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ തകർക്കുന്ന മിസൈലുകൾ വിക്ഷേപിച്ചും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ തൊട്ടും നമ്മൾ തെളിയിച്ചത് ഭാരതീയന്റെ ബുദ്ധിയും ശക്തിയുമാണ്. പ്രൊജക്ട് കുശയും ദുർഗ ലേസറുകളും വെറും ആയുധങ്ങളല്ല, അവ ഭാരതത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ അടയാളങ്ങളാണ്. ശത്രുക്കൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിനേക്കാളെല്ലാം മുന്നേ അവരുടെ ആയുധങ്ങളെ ആകാശത്ത് ചാരമാക്കാൻ ശേഷിയുള്ള ഈ കവചം മോദിയുടെ പുതിയ ഭാരതത്തിന്റെ സമ്മാനമാണ്. ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന 2047 ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ആ സുരക്ഷ ഉറപ്പാക്കാൻ നരേന്ദ്രമോദി എന്ന ലോക നായകൻ കാണിക്കുന്ന കരുത്ത് ഓരോ ഭാരതീയനും അഭിമാനമാണ്. ഇനി ഒരു അയൽ രാജ്യവും ഇന്ത്യയുടെ മണ്ണിലേക്ക് നോക്കാൻ ധൈര്യപ്പെടില്ല. കാരണം നമ്മുടെ അതിർത്തികൾ ഇപ്പോൾ കരയിലല്ല, ആകാശത്താണ് അവസാനിക്കുന്നത്. ആ ആകാശത്തെ കാക്കാൻ കുശയും ആരോയും ലേസറുകളും സജ്ജമായി കഴിഞ്ഞു. ഭാരതം ഇപ്പോൾ ലോകത്തെ പിന്തുടരുന്നവരല്ല, ലോകത്തെ നയിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു അഭിമാന നേട്ടത്തെക്കുറിച്ച്, നമ്മുടെ പ്രതിരോധ കരുത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.